എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ റെഡ് ടീമും ബ്ലൂ ടീമും അപ്പൊ മച്ചാന്മാരെ അങ്ങനെ റെഡ് ടീമും ബ്ലൂ ടീമായിട്ട് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. മഴ ഒരു രക്ഷയില്ല. നമ്മുടെ വില്ലേജ് ഒക്കെ നോക്കിയ പ്രവീണ ഈ അവസ്ഥയിലാണ്, ഒരു രക്ഷയില്ലാണ്ട്. അതൊക്കെ വിട്. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് ഒരു ചലഞ്ചാണ്. അത് റെഡ് ടീമും ബ്ലൂ ടീമുമായിട്ട്. സംഭവം എന്താണെന്നറിയോ? ഈ കാണുന്ന പെട്ടിയിൽ എന്താണ്? സൈക്കിൾ. ഒരു സൈക്കിൾ അല്ല, രണ്ട് സൈക്കിൾ. ഓട്ടോ സൈക്കിളാ? എടാ അത് ശരിയാക്കണം നമ്മള്. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ സൈക്കിളാണ് ഇരിക്കുന്നതെന്ന്. സൈക്കിളല്ല ഇരിക്കുന്നത്, സൈക്കിളിന്റെ പാർട്സ് മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോ രണ്ട് ടീമിനും നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെഡ് ടീം ഒരു സൈക്കിൾ ഉണ്ടാക്കണം, ബ്ലൂ ടീം ഒരു സൈക്കിൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. എവിടെയാണത്? അതിരപ്പള്ളി വരെ ഇത് ചവിട്ടിക്കൊണ്ടുപോയി അവര് അവിടെ ആരെത്തുന്നോ അവർക്ക് കിട്ടുന്ന സമ്മാനം. എന്താണ് സമ്മാനം? 50,000 മതിയോ? അതൊക്കെ അവര് തന്നെ പറഞ്ഞു 50,000 മതി. ഓക്കെ, ഇല്ലില്ല 50,000 ആദ്യം പറഞ്ഞു. അപ്പൊ 50,000 കേട്ടോ. അപ്പോ ഇവർക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ആദ്യം സൈക്കിൾ ഇവർ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവം ഉണ്ടാകാൻ പോകുന്നത് അറിയോ? ഇവരാണ് സൈക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവരുണ്ടാക്കിയ സൈക്കിളോട്ട് ഒരു അതിരപ്പള്ളി വരെ ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടോ? 38-40 കിലോമീറ്റർ ഉണ്ട്. അത്ര ഇവരുണ്ടാക്കിയ സൈക്കിള് ഇവരുടെ ടീംമേറ്റ് ചവിട്ടിക്കൊണ്ടുപോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചവിട്ടാം. പക്ഷെ അവിടെ വരെ എത്തും എന്നുള്ള കാര്യം എനിക്ക് യാതൊരു ഉറപ്പുമില്ല. നോക്കാം എന്തായാലും. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരം ആരംഭിക്കാനായിട്ട് പോവാണ്. അപ്പൊ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ മേക്കിംഗ് ആണ്. അപ്പൊ രണ്ട് ടീമും വേറൊരു അഡ്വാൻറ്റേജ്, ആദ്യം സൈക്കിൾ ഉണ്ടാക്കി തരുന്നോ അവർക്ക് ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി തുടങ്ങാട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അപ്പൊ ആദ്യത്തെ പണി ഒരു സൈക്കിൾ ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കും നോക്കാം നമുക്ക്. സൈക്കിൾ ഉണ്ടാക്കാൻ ഒരു കത്തി പോലും കൊണ്ടുവരാതെ ഒരു വന്നിരിക്കുന്നു. ഇതിൽ തന്നെ ടൂൾ ഉണ്ടാവും തോന്നുന്നു. സൈക്കിളായ ഇപ്പൊ തന്നെ. അപ്പൊ ആദ്യത്തെ ടീം പെട്ടിയെടുത്തു, രണ്ടാമത്തെ ടീമും പെട്ടിയെടുത്തു. സൈക്കിളൊക്കെ 4ആയിട്ട് ഒടിച്ചിട്ടൊക്കെ കണ്ടി എടുക്കാൻ പോണത്. ബ്ലൂ ടീമാണ് ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സൈക്കിൾ മേക്കിങ്ങില്. നോക്കി അവരുടെ സൈക്കിൾ ഇനി ചക്രവും ഹാൻഡിലും സെറ്റപ്പ് ഒക്കെ വെക്കാനുള്ളൂ. റെഡ് ടീമാണ് ഇപ്പോഴും പെട്ടി പൊട്ടിച്ച് എടുത്തിട്ടേ ഉള്ളൂ. എന്താവുന്നൊരു പിടുത്തമില്ല. കമ്പിയും കോലും ഒക്കെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട് അവരുടെ. ഒരു കേബിൾ ടൈ പൊട്ടിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. നോക്കാം നമുക്ക് എന്താവുന്ന്. ഇതുവരെ സൈക്കിൾ ഉണ്ടാക്കി നോക്കാത്ത പിള്ളേരാന്ന് തോന്നുന്നു. എന്തോ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. നമുക്ക് നോക്കാം ഇതിലാരാണ് കുരങ്ങനാവാൻ പോകുന്നതെന്ന്. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഇവരുണ്ടാക്കുന്ന ഈ ഒരു സൈക്കിൾ ചവിട്ടി തന്നെയാണ് ഇവർ അതിരപ്പള്ളി വരെ പോകേണ്ടത്. അപ്പൊ ഇവരുണ്ടാക്കുന്ന ബിൽഡ് ക്വാളിറ്റിയും ഇതിൽ ബന്ധപ്പെട്ടിരിക്കും. എങ്ങാനും ഇടയിൽ വെച്ച് സൈക്കിളൊക്കെ 4 പീസായിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് ഇവർ പോകേണ്ട വരും. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സെറ്റിങ്ങും ടൈറ്റിങ്ങും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു മത്സരത്തിൽ. ഓക്കെ, അപ്പോൾ ബ്ലൂ ടീം പണികൾ തുടങ്ങി. റെഡ് ടീം കിടത്തിയിട്ട് പണിയുന്നു, ബ്ലൂ ടീം നേരെ വെച്ച് പണിയുന്നു. എഡ്വി വല്ല ധാരണയുണ്ടോ ഇതിനെപ്പറ്റി? അജു നിന്നെ പറഞ്ഞോണ്ടിരിക്കണേ, നീ അജുനെ പറഞ്ഞോണ്ടിരിക്കുന്നോ? ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ഉണ്ട് ഇവർക്ക് നോക്കി ഉണ്ടാക്കണമെങ്കിൽ. ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട്. പമ്പൊക്കെ നമ്മള് കമ്പനി പ്രൊവൈഡ് ചെയ്യും. നീ ഫിറ്റ് ചെയ്യ്, സെറ്റാക്കാം നമുക്ക്. ഇവിടെ പടപട പണികളാണ്. ഇത് ചവിട്ടിയൊക്കെ ഞാൻ ചവിട്ടി പൊളിക്കണേ. എനിക്ക് വന്നല്ലോ കേട്ടോ സൈക്കിൾ എത്തുമെന്ന്. കമ്പിയൊക്കെ ചവിട്ടി വളക്കണ്. സാധനം ചവിട്ടി പോകാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കണം. പക്ഷെ പെർഫെക്ഷൻ എന്തായാലും വേണം കേട്ടോ സൈക്കിളിന്. അല്ലാണ്ട് ഈ കപ്പത്തണ്ടൊക്കെ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത് ലക്ഷ്യം പ്രധാനം. ബ്രേക്ക് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തൂല. പുതിയൊരു എക്സ്പീരിയൻസ്. എന്റെ സൗണ്ടൊക്കെ പോയിട്ടാ മഴ കാരണം. അപ്പോൾ പിള്ളേർ എന്തായാലും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ലൈവായിട്ട് അവർ 2 സൈക്കിളും മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പമ്പ് തരും, ഇപ്പൊ തരും പമ്പ്. അങ്ങനെ നമ്മുടെ ബ്ലൂ ടീം സൈക്കിൾ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ARDയിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ പണി തീരട്ടെ ആദ്യം. അവരുടെ പണി തീരുന്ന ആദ്യം പമ്പ് എടുത്തവര്. ബ്ലൂ ടീമാണ് ഇപ്പോ ലീഡ്. കാരണം ബ്ലൂ ടീം സൈക്കിൾ സെറ്റിംഗ് കഴിഞ്ഞ് പെഡല് വെച്ചിട്ടില്ലല്ലേ, ചവിട്ടാനുള്ള പെഡല് ഇവിടെ കിടക്കണം. സീറ്റ് വെച്ചിട്ടില്ല ഇവരുടെ. പക്ഷെ അപ്പൊ സീറ്റ് വെക്കല് പെഡലിംഗ് ഒക്കെ തുടങ്ങിയിട്ടവര് പെഡലൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയ റെഡ് ടീം. ഇതിൽ ഇനി കോമഡി ഉണ്ടാവാൻ പോണത് ഒരു ചവിട്ടി പോകുമ്പോ സൈക്കിളിന്റെ ഓരോ പാർട്സുകളൊക്കെ ഊരിപ്പോവും. അതാണ് കാണാനായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ബ്രേക്ക് വീഴില്ലാന്ന്.
ഞാൻ ഉദ്ദേശിക്കുന്നത് സമ്മതിക്കണ്ടേ അയ്യോ നിങ്ങളെ അങ്ങനത്തെ റെഡ് ടീം സൈക്കിൾ ചവിട്ടിയാണ് പോയണ. അങ്ങനത്തെ റെഡ് ടീമിന്റെ മേക്കിംഗ് പണികളൊക്കെ കഴിഞ്ഞു, ടെസ്റ്റ് അടിച്ചു. ബ്ലൂ ടീം ഇപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എവിടെ പോയടാ അവര്? റെഡ് ടീം തുടങ്ങിയടാ, യാത്ര തുടങ്ങി. പോയടാ അവര്. ബൈ ബൈ. അപ്പൊ അതെ ബ്ലൂ ടീം ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. റെഡ് ടീം ചവിട്ടി പോയിട്ടാ. നിങ്ങ എന്തെടുക്കാണ്? സ്പീഡാവും അങ്ങനത്തെ. അതെ നമ്മുടെ റെഡ് ടീം സൈക്കിളും ചവിട്ടി പോയ വഴി പോയ അവര്. ഇനിയുള്ളത് ബ്ലൂ ടീമാണ്. ബ്ലൂ ടീം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു പിടുത്തൂല. ഇവരിപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ റെഡ് ടീം പോയിട്ടാ. ഇനിയിപ്പോ ഞാനും റെഡ് ടീമായിട്ട് കാണാൻ വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ബ്ലൂ ടീമിന്റെ ഒപ്പമാണ്. പ്രവീൺ മച്ചാനാണ് റെഡ് ടീമിൻ്റെ ഒപ്പം പോയിരിക്കുന്നത്. ബ്ലൂ ടീമിൻ്റെ ഫുൾ ടേക്ക് കെയർ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കൊരു അരമണിക്കൂറോളൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവരുടെ പണി കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവർ പുറപ്പെട്ടു. അവർ ഇത്ര നേരത്തെ പണി കഴിഞ്ഞെടുത്തോണ്ട് പോകുന്നു ഞാൻ വിചാരിച്ചില്ല. ബ്ലൂ ടീം പണി തുടങ്ങി. അങ്ങനത്തെ ബ്ലൂ ടീം പുറപ്പെട്ടു. ഞങ്ങളുടെ ചെക്കൻ പോയിട്ടുണ്ട്. അങ്ങനെ റെഡ് ടീം പോയിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇപ്പോഴാണ് ബ്ലൂ ടീം ഇറങ്ങിയിരിക്കുന്നത്. കേട്ടാ വിട്ടോടാ കുഴപ്പമില്ല, നിങ്ങൾ വിട്ടോ, ഞങ്ങൾ പിന്നാലെ വരും. അവൻ ചാലക്കുടി എത്തുന്ന കേട്ടോ. നീ പൊട്ടോ, വേഗം പൊക്കോ, പറപ്പിച്ചിട്ടോ. ഇത് അങ്ങനെ ടീംമേറ്റ് ഇനിയിപ്പോ എന്റെ കൂടെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇവർക്ക് മാറി മാറി ചവിട്ടാ. 2 പേരുണ്ടെങ്കിൽ ഫുൾ ടൈം ചവിട്ടേ. പാവാ ഇത് വധിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ റെഡ് ടീമിലുള്ള നിങ്ങൾക്ക് മാറി മാറി ചവിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളും പുറപ്പെടുകയാണ്. അവൻ്റെ പിന്നാലെ കള്ളത്തരം കാണിക്കുന്നുണ്ടോ, പിന്നെ ടീം ചേഞ്ചിനൊക്കെ വേണമെങ്കിൽ നമ്മൾ കൂടെ വേണം. അങ്ങനെ നമ്മുടെ 2 വണ്ടികളും നമ്മുടെ പൈലറ്റ് വാഹനം പോലെ നമ്മൾ അവരെ പിന്തുടരാനായിട്ട് പോവാണ്. അപ്പോൾ ബ്ലൂ ടീമിനെ ഗൈഡ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നതിനും വേണ്ടി ഞാനാണ് പോകുന്നത് കൂടെ. അപ്പോൾ നമ്മുടെ കോ ഡ്രൈവർ നമ്മുടെ കിരൺ മച്ചാനുണ്ട്. അവൻ എപ്പോൾ അണയ്ക്കുന്നു, അതായത് കിരൺ ബ്ലൂ ടീമിലെ കിരൺ എപ്പോൾ അണയ്ക്കുന്നു അപ്പോൾ ഇവനായിരിക്കും കൊല്ലിക്കാനുള്ള പരിപാടിയാണല്ലേ. അപ്പൊ അജു പോയിട്ട് അരമണിക്കൂറായി. ഇപ്പോഴാണ് ഇവരുടെ ടീം പുറപ്പെടുന്നത്. അപ്പോൾ അജുവിന് ഗൈഡൻസ് കൊടുക്കാനും അതുപോലെ സഹായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആ ഒരു കറുപ്പ വണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും പോകുന്ന വഴി ഇനി കാണാവരെ. നമ്മൾ എവിടെ എത്തിയതെന്ന് എനിക്ക് പിടുത്തൂല. മിക്കവാറും അജു ഒരു പകുതി വഴി ഇപ്പൊ തന്നെ പിന്നിട്ടിട്ടുണ്ടാവും. കിരൺ ചിലപ്പോൾ ഇപ്പൊ കാണാട്ടാ. നമ്മൾ ഇറങ്ങി കൊടുത്താൽ എടുക്കണ്ടാവും. നോക്കാം നമുക്ക്. നമ്മുടെ ടീം തോക്കോടാ. നമ്മുടെ ടീം തോക്കോ? നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തേക്കണ്ട. അപ്പൊ അജുവും പോണത്. അജു ഫസ്റ്റ് പോയിട്ടാ. അജു പോയി. അജുവിന് ഇനി എവിടെ കാണുന്നാവോ? അജുവിന് നമുക്ക് ചാലക്കുടി കാണാം. അവൻ ഏത് വഴിക്ക്? ചുള്ളൂര്. അണ്ട് നീ അവിടെ മാറിക്കാറണേ. ഞാൻ ചാലക്കുടിയത്തെ വരുള്ളൂ. അവന് സ്ട്രോങ് ആജു. അവൻ സെറ്റ് ചെയ്യുകയും ചെയ്ത് പടച്ചു പോവുകയും ചെയ്തു. അതിന്റെ ഇടയിൽ ഭൗമിക്ക് പോണുണ്ട്. പക്ഷെ ടൂൾസ് മൊത്തം കാറില്ല. കൊണ്ടുപിടിക്കാമല്ലോ. വേറെ കയറി പോടാ. ഇവിടെ എത്തിയിട്ടുണ്ടാ. ഒരെണ്ണം പോണോക്ക് മച്ചാനെ, നിനക്ക് വഴി അറിയോ? നീ ഇതെങ്ങടെ പോണേ? കള്ള പോണ ലിഫ്റ്റിന്റെ ഒന്നുമില്ല. പോണ ലിഫ്റ്റ് ഒന്നുമില്ല. പോടാ ഞങ്ങളുടെ അജു പോയി മുന്നേ. പിടിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മുടെ ബ്ലൂ ടീമിന്റെ കിരൺ പോകുന്നുണ്ട്. നമ്മുടെ ടീമിലെ കിരൺ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. അപ്പൊ സംഭവം ഭയങ്കര മത്സരമായി. ചവിട്ടി കയറ്റത് ഒരു രക്ഷയില്ല. അതെ അവന്റെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ എനിക്ക് ചിരിയുണ്ട്. നമ്മ കാറില് അവൻ സൈക്കിളില് അയ്യോ നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. ഊട് വഴിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ കിരൺ. അജു എവിടെന്നാവോ? ഒരു ടീം നോക്കി ഭൗമിക്കറിനൊക്കെ ബാക്കിലുണ്ട്. ഞങ്ങളുടെ ചെക്കനാ തപ്പണം. അജുവിനെ കാണാനില്ല. ഒരു മിനിറ്റ് ചവിട്ടോ ചേട്ടതേ. ഒരു സൈക്കിളോട്ട് ഒരു പയ്യൻ പോണാണ്ടാ. ഇതിപ്പോ വല്ലതും ഒരു കോട്ട് റെഡ് ഇല്ലല്ലേ? അവൻ പോയാട്ടാ. വണ്ടി എവിടെ കയറ്റിക്കൊണ്ട് പോയാ. ഞാൻ വല്ല ടിപ്പറി കേസ് ചാലക്കുടി എത്തിയ
അങ്ങനെ ദേ നമ്മുടെ നീല ടീമിന്റെ ഭൗമിക്ക് ചവിട്ടി ചവിട്ടി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു മനസാക്ഷിയില്ലാണ്ട് നോക്കി നോക്ക് അവൻ ചത്ത ആസ്വദിച്ചു പോണേ, ഇവിടെ ചിരിച്ച് ആസ്വദിച്ചു പോണ്. സപ്പോർട്ടിങ് അയ്യോ ഇതെന്താ അമേരിക്ക ഇവിടെ വെച്ച റോക്കറ്റ് അവന്റെ സീറ്റൊക്കെ പൊന്തിരിക്കുന്നു. ആ ഇരിക്കുമ്പോ നേരെയാവുന്നുണ്ടാ. അതിന്റെ അല്ലെങ്കിൽ ഒക്കെ എടുത്തോണ്ടാ ടൈറ്റ് ആക്കണെങ്കിൽ. ആ കലക്കി എന്ത് പറ്റി കിര കുറച്ചു ചവിട്ടാ. ടീം ചേഞ്ച് അജു എത്തിയാവോ. അപ്പൊ നമ്മളുടെ ടീം ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കിരണാണ് പറപ്പിക്കാൻ പോകുന്നത്. അയ്യോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ. എന്താ എങ്ങനെയുണ്ടായിരുന്നു അല്ലെങ്കിൽ അവന്റെ ടൂൾ അവന് ഈസിലിട്ടുണ്ടെന്ന് പറഞ്ഞു. ടൂൾസ് എവിടെ? ടൂൾസ് അത് സീറ്റ് പോയി. അവൻ അതി കൊണ്ടിട്ട് നിങ്ങള് ഭയങ്കര പാടെ ഫ്രീ ചേർന്നല്ലേ. ഞാൻ നിന്ന് എവിടെയാന്ന് വെച്ചേ ചവിട്ടി നീങ്ങിട്ട് ചവിട്ടി കാര്യങ്ങളിലല്ല. എന്താടാ ബ്രേക്ക് വേണ്ട പണ്ടാറത് ഒരേണത് ബ്രേക്കല്ല മഡ്ഗട ഇരുന്നേ. എടാ ഫ്രീ വീൽ ടൈറ്റ് ചെയ്താ എന്നെത്തോ അജുവിനെ കാണാൻ പോലില്ല. അജു അതിരെ പിള്ളി എത്തിയതാ കേട്ടെ. ഇവിടെ ഒന്നും ഇല്ലട്ടാ. പോയി ഇതുവഴി കേട്ടിട്ടുണ്ടാവും. ഈ വഴിയല്ലേ മറ്റേ കയറ്റത്താ. ഇതിപ്പോ നമ്മ തിരുപ്പള്ളി എത്തൂല. കിട്ടിട്ടാ സാധനം കിട്ടിട്ടാ. അവൻ ചോദിച്ചോക്കട്ടെ. മച്ചാനെ അജു മച്ചാ മച്ചാ ബ്രേക്കില്ലേ എന്തായി? നീ എന്തിട്ട് സ്പീഡില പോണേ? അവരിവിടെ ചുള്ളൂര് എത്തിയിട്ടുള്ളൂ. മാർഗ ചവിട്ടണോ വേണ്ടല്ലോ. ചാലക്കുടി എത്തിയിട്ട് വരെ. ആ ബ്രേക്കില്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടേ നോക്കിയത്. ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്കില്ല. എന്റെ മോനെ മാള അത്രയുള്ളൂ. അങ്ങനത്തെ അച്ഛത്തെ മാള കഴിഞ്ഞ് പോയണ്ടാ. അങ്ങനത്തെ അച്ഛത്തെ മാളപ്പള്ളി കഴിഞ്ഞ് തള്ളിപ്പോ സ്പീഡ് കൂടുതലിട്ടോ. ചവിട്ടി കഴിഞ്ഞ എത്തൂല സൈക്കിള്. തള്ളി കഴിഞ്ഞ സ്പീഡില് പോണേ. സൈക്കിള് തള്ളിപ്പോയാൽ ഇറങ്ങി അതിന്റെ പിള്ളിലൂടെ 10-40 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. തള്ളിപ്പോയി എന്നെത്താനാണ്. നാളെയല്ല ഇന്റെ എത്തണം. ചവിട്ടി പോണ വേഗത്തും പക്ഷെ സൈക്കിൾ വെച്ചിട്ട് ആണോ അടിപൊളി. പക്ഷെ അവന്റെ ഒരു താളത്തിൽ വെള്ളത്തിലേക്ക് ഇരുന്ന് ചവിട്ടി പോകുന്നുണ്ട്. ബ്ലൂ ടീം അങ്ങനെ വീണ്ടും ടീം ചേഞ്ച് വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും വയ്യാന്നല്ല സൈക്കിള് കൊള്ളില്ല. സീറ്റ് നോക്കിക്കണോപ്പാ. സീറ്റിന് പൊക്കാനില്ല. അങ്ങനെ നമ്മുടെ മാള പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബ്ലൂ ടീം. ഇതേനാ നിങ്ങൾക്ക് എന്തോ സീറ്റ് ടൈറ്റ് ആക്കണമെന്നല്ലേ പറഞ്ഞു. വേഗം ടൈറ്റ് ആക്കിക്കോ. അങ്ങനെ സീറ്റ് ഒന്ന് ടൈറ്റ് ആക്കാനുണ്ട്. ഓക്കെ റെഡി അല്ലേ? എടുത്തോ. ഹായ് അവന്റെ ബാക്കിലാണ് ബ്ലോക്ക് മൊത്തം. എന്തോ ഉരിപ്പോയിട്ടാ പണി പാടി. എന്നിട്ടത് മൺകാട് ഉരിപ്പോയാ. മച്ചാനെ എന്തൊക്കെ മൺകാടാ. ഞങ്ങളുടെ സൈക്കിളിന്റെ പാർട്സ് ഒരെണ്ണം ഉരിപ്പോയി. ഫ്രണ്ട് ബ്രേക്ക് ഒന്നും ഇല്ല. കിടക്കണം കണ്ട ഫ്രണ്ട് ബ്രേക്ക് ഇല്ല. സെറ്റ് ചെയ്യണോ ബ്രേക്ക്? എടാ അജു ഞാൻ ചവിട്ടട്ടെ. ആ തന്നോ. നീ ചവിട്ടാണോ? ഞാൻ ചവിട്ടട്ടെ അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലേ? നീ ഒന്നും ശരിയാക്കാ. അവരവിടെ എത്തിയിട്ടില്ല. അത് ശരിയാവൂല. എന്ത് അതിന്റെ ഒരു നെറ്റ് പോയി കിടക്കേ. അതിന് ടാസ്ക് മഡ്ഗാർഡ് യൂസ് ആയിക്കൊണ്ടിരിക്കും. ബാക്ക് ബ്രേക്ക് ഉണ്ടോ? ബാക്ക് ബ്രേക്ക് ഉണ്ട്. നല്ല ബ്രേക്ക് ഇവിടെ ഉണ്ടോ? കുഴപ്പമില്ല. ഇവിടെ വരെ പ്രശ്നമില്ല. എടാ അവരുടെ കുഴപ്പമൊന്നുമില്ല. അവരുടെ ടയർ അഴിഞ്ഞിരിക്കുന്ന പറഞ്ഞായിരുന്നു. സൈക്കിള് ചവിട്ടാൻ പറ്റും. സൈക്കിൾ ഒരു കടക്കില്ല. നീങ്ങണ്ടില്ല ചവിട്ടിട്ട്.
എഡ്വിനാളെ വിട്ടാ പോണത്. എഡ്വിനാണ് പറക്കും. അങ്ങനെ എഡ്വി സൈക്കിൾ എഡ്വി എങ്ങനെയുണ്ട്? അവിടെ നീ കൂളായിട്ട് കൊണ്ടതല്ല. ഇതൊക്കെ പിന്നെ പറക്കൂല. പോട്ടെ പോട്ടെ. അവരെവിടെ എത്തി? അവര് മാളപ്പള്ളി അവിടെ എത്തിയാ? പറക്കാണ് അപ്പൊ അവര്. നീങ്ങണില്ലല്ലോ. ബ്രേക്ക് വേണ്ട, അത് ഞാൻ അടിച്ചോളാം. അങ്ങനെ ഞങ്ങളത് എഡ്വിനെ കാത്തിക്കേണ്ടാ. ഞങ്ങൾ ഫസ്റ്റ് മിച്ചർ എത്തിയിട്ടുണ്ട്. എഡ്വിനെ കാത്തിക്കാണ്. എഡ്വിനെ എത്തിയിട്ടില്ല. എഡ്വിനും വരുമെന്ന് നോക്കി വെയിറ്റ് ചെയ്യാൻ. അവരോട് എത്തിന്നാവോ? അവരോട് എത്തിണ്ടാവും. അവരെന്തായാലും പാസ് ചെയ്തിട്ടില്ല. എടാ എഡ്വിമേനുണ്ടാ. എഡ്വിമേന് എടാ വാടാ. വാ 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 വാ. അവരെ വടമ കഴിഞ്ഞെന്ന് പറഞ്ഞേ. ആ അവര് വടമ കഴിഞ്ഞ്. റേസാ? റേസ് ഒന്നും വെക്കണ്ട, നീയാണോ ഓടിക്കണേ? അപ്പൊ എന്തായാലും നിങ്ങ ഫസ്റ്റ്. ബ്രേക്ക് സെറ്റ് ചെയ്യണല്ലേ? പോയി നമുക്ക് പോയാലോ? അങ്ങനെ ആസ്വദിച്ചാണ് നമ്മുടെ കിരൺ മോൻ സൈക്കിൾ ചോട്ടി വരുന്നത്. ഒരു കോമ്പറ്റീഷൻ കൂടെ അവനില്ലാത്ത പോലെ. നീയും കിരണൊക്കെ ജിമ്മി പോകണ്ട, നമ്മൾ ജിമ്മി പോകാതെ ചെയ്യണം. ഞങ്ങളത് പാമ്പുമേക്കാട്. നിങ്ങ എവിടെ എത്തി നിങ്ങള്? ആണോ? ദേ ഇവിടെ ഒരുത്തനുണ്ട്, അരമണിക്കൂറായി മാറി മാറി കയറിക്കൊണ്ടിരിക്കണ്. ഫുഡ് കഴിച്ചിട്ട് വാ. അജു അവിടെ എത്തി നോട്ടാ. എടാ കടി വേണോ? കടി വേണോ? എടാ കടി വേണ്ടെന്ന്. നമ്മ പഴംപൊരിയൊക്കെ മേടിച്ചതല്ലേ? പഴംപൊരി കഴിച്ചിട്ട് വാ. ഞാൻ ടീം മാറിയിട്ടാ, ഞാൻ റെഡ് ടീമിന്റെ പോയി. അജു അതിനെ പറയുന്ന കേട്ടെ പിടിക്കാവനെ. അജു ടിക്കറ്റ് എടുത്തെന്ന് പറയണ്ടേ? കൗണ്ടറിനോട് ടിക്കറ്റ് എടുത്താ ദൈവമേ. അങ്ങനെ നമ്മുടെ റെഡ് ടീമിലെ അജു പോലെ ഒരു ചവിട്ടി ഓടി പോയിട്ട് ഈ പരിസരത്തൊന്നും കാണാനില്ല. എവിടെയാണ് അതിന്റെ ടീമിലുള്ളതാണ്? അതിരപ്പള്ളി എത്തിന്ന് തോന്നുന്നു. ചാലക്കുടി ആവാറായിട്ടാ. എയ്സിനൊക്കെ പെട്ടിച്ച് പറപ്പിച്ചോല്ലേ? റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടാ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എത്തി. എനിക്ക് തോന്നുന്നു അതിരപ്പള്ളി ഒരു പകുതി വഴിയോളം അജു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പൊ നമ്മള് ചാലക്കുടി ടൗൺ എത്തിയിട്ടാ. അപ്പോൾ ചാലക്കുടി ടൗണും കഴിഞ്ഞ് പോയി. ഇപ്പോ എവിടെ എത്തി നമുക്ക് യാതൊരു പിടുത്തമില്ല. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് അതിരപ്പള്ളി റൂട്ട് തിരിയാൻ പോവാണ്. ആനമലല്ലേ? ആനമലയിൽ നിന്ന് നമ്മളിനി അതിരപ്പള്ളിയിൽ നിന്ന് എഴുതിയേക്കണ കാണാൻ പറ്റും. അതിരപ്പള്ളി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലേക്ക് നമ്മൾ തിരിയാണ്. അങ്ങനെ കാണാതായ കുഞ്ഞാടിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതേ ബാറിന്റെ അവിടേക്ക് പോണ്ട്, ചരിവുണ്ട് ബാറിന്റെ അവിടേക്ക്. അങ്ങനെ നമ്മളെ കാണാതായ കുഞ്ഞാട് ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്കില്ലാത്ത സൈക്കിളും കൊണ്ടാണ് പോണത്. ചാലക്കുടിയില് എല്ലായിടത്തും അതിരപ്പള്ളി റൂട്ടിൽ നോക്കണേ റംബൂട്ടാനാണ്. റംബൂട്ടാൻ അല്ലേ? മാംഗോസ്റ്റീൻ റംബൂട്ടാൻ സീസണായി കഴിഞ്ഞാൽ അതിരപ്പള്ളിയില് പോണ വഴി റോഡ് സൈഡിൽ മൊത്തം റംബൂട്ടാൻ വിൽക്കണാണ്. ചവിട്ട്. അങ്ങനെ നമ്മള് ചാലക്കുടി എത്തിയിട്ടുണ്ട്. ചാലഞ്ച് പറഞ്ഞിട്ട് ഞങ്ങെന്തിട്ടാണ് കിരണിന്റെ എന്നെ കാലിടിക്കേണ്ട സൈക്കിളുമ്മ തള്ളി പോവല്. അവൻ തള്ളാൻ പറ്റുള്ളൂ, അവന് വയ്യ കിരണ്. അപ്പൊ അജു പോയതാ? എഡ്വിൻ പോയതാ? അജുക്കെ ജെറ്റല്ലേ? അജു എഡ്വിന് ചവിട്ടാ കൊടുക്കണത്. എഡ്വിൻ പറഞ്ഞ വിളിച്ചിട്ട് കാല് നീണ്ടുനാട്ട് അവൻ ചവിട്ടുണ്ട്. നേരെ പോണ്. വഴി. അങ്ങനെ മച്ചന്മാരെ നമ്മള് ചാലക്കുടി എത്തിയിട്ടുണ്ട്. ഞാൻ ഓടിക്കണ കിരൺ ക്ഷീണിച്ചപ്പോ തരും നമുക്ക്. ഓടിക്കണോ? പറയട്ടാ. അതിരപ്പള്ളിയാ? അപ്പൊ എനിക്ക് സുഖമായി. അപ്പൊ നമുക്ക് സുഖമായിട്ടുണ്ട്. എന്തിട്ടാ സീറ്റ് അളയ്ക്കാ? ഒരു കിലോ നമ്മളെ പോണേക്ക് തിന്നാൻ റംബൂട്ടാൻ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും തോറ്റു. ബോംബിക്കൂടെ വിടാൻ പറയണോ? അത് പോകണ റംബൂട്ടാൻ കിട്ടിയാ? റംബൂട്ടാൻ തിന്ന പോണേക്ക് ബ്രേക്കട്ടെ. റംബൂട്ടാൻ കൊടുക്കട്ടാ അജോ. റംബൂട്ടാൻ
അപ്പൊ നമ്മുടെ അജുമോനെയും കാത്തത് നമ്മുടെ അതിരപ്പള്ളി നമ്മുടെ ഡ്രീം വേൾഡിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ വരും, പറന്നാണ് പോകുന്നത് അവൻ. അപ്പൊ ഡ്രീം വേൾഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു തീരല്ല, ഡ്രീം വേൾഡ് വഴി നമ്മുടെ റെഡ് സൈക്കിൾ പോകുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഇനി അടുത്ത ഏരിയയിലിട്ട് പിടിക്കാവനെ. ചേഞ്ച് വേണോ കുറച്ചേരം കൊടുക്കടാ. തന്നില്ലല്ലേ. അങ്ങനത്തെ നമ്മുടെ വണ്ടി പോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിരപ്പള്ളിയിലേക്ക് കടക്കാറായി. അപ്പൊ എന്തോ സാങ്കേതിക തകരാറ് സൈക്കിളിന് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. എവിടെ ആണോ? അപ്പൊ നീ കമ്മാണ്. വെള്ളുണ്ടാ? വെള്ളമുണ്ട്. എടാ വണ്ടിയിൽ വെള്ളം ഉണ്ടാന്ന് നോക്കിയടാ. വെള്ളതാ ചേഞ്ചില്ലേ? ചേഞ്ച് ഒന്നുമില്ല. കുറച്ചേരം ചോട്ടെ കൊടുക്കടാ. അവന് സങ്കടമാണ് നീ തനിക്ക് കൊടുക്കല്ലെന്ന് പറഞ്ഞിട്ട്. നീ ഒന്ന് ചോദിച്ചോക്ക്, ചോദിച്ചോക്കടാ. സൈക്കിൾ ഞാൻ ചവിട്ടെ രാജു. ഒരു 2 മിനിറ്റ് കൊടുക്കോന്. ഫ്രണ്ടിലിരുന്നോ? തുമ്പൂർമുടി കയറ്റെത്തുമ്പോ തരാം. അവിടെ കയറ്റം വന്നിട്ട് ഇത് കഴിഞ്ഞ് പിന്നെ ഇറക്കുവാണ്. അപ്പൊ പോവാ നമുക്ക്. അപ്പൊ നമ്മള് അതിരപ്പള്ളിയുടെ ഏകദേശം ആ ഒരു കാടൊക്കെ കയറാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തേക്കും കാടൊക്കെ പോലെ ഇരിക്കുന്ന സ്ഥലമില്ല, അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ താൽക്കാലിക റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് റംബൂട്ടാൻ കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിരിയാണി വാങ്ങിച്ചിട്ട് ഞാൻ വേണ്ട, തോപ്പിക്കാനല്ലേ? തോപ്പിക്കും അങ്ങനെ ഞാൻ. ഇപ്പൊ ഞാൻ ടീം മാറി. ഇപ്പൊ നമ്മൾ റെഡ് ടീം. ഞാൻ അങ്ങനെയാണ്, വണ്ടി മാറി കഴിഞ്ഞാൽ ഞാൻ ടീം മാറും. അന്ന് ഇത്തിരി നീ ചവിട്ട്. കരയായിരുന്നു വണ്ടിയിലിരുന്ന്. നീ സൈക്കിൾ കൊടുക്കല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കെന്തെങ്കിലും പറ്റിയ നിന്റെ അച്ഛൻ പോയടാ. അപ്പൊ വണ്ടി എടുക്ക്, നമുക്ക് പിന്നാലെ പോവാ. നമ്മളുടെ പൈലറ്റ് വാഹനം ഇടയിൽ ഒന്ന് പെട്ടായിരുന്നു. അപ്പൊ നമ്മുടെ മച്ചാമാര് വന്ന് കൈവച്ചത് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വണ്ടി കുടിക്കാൻ തിരിച്ച ഓടിയതാണ്. താങ്ക്സ് ബ്രോ. ഓക്കെ മച്ചാമാരെ, ഓക്കെ ബൈ ബൈ ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത. നമ്മുടെ വണ്ടി കുടുങ്ങി കിടന്നുണ്ടപ്പോ തന്നെ അവന്മാര് വന്ന് കൈവച്ചു. ആരാ വണ്ടിയിലിരിക്കണേ ഒന്നും നോക്കിയില്ല. നമ്മുടെ വണ്ടി ആകെ പെട്ടിരിക്കുന്നു. നേരെ വന്ന് അവിടെ വെച്ച് വണ്ടി നിർത്തി വന്ന് കൈവച്ചുകൊണ്ട് പോയി. അതാരാ എന്താ ഒന്നും നോക്കണ്ട, വന്ന് കൈവച്ചിട്ട് പോയി. ആ മച്ചാമാര് ഒരു രക്ഷയില്ലട്ടാ. അതൊരു വേറെ ബോണ്ടാണ്. ട്രിപ്പിംഗ് മൈൻഡ് പോണ വഴി ഒരു വണ്ടി എടുക്കണുണ്ട്. ആരും എന്താന്ന് നോക്കിയാൽ വന്നില്ല, വന്ന് കൈവച്ച് തള്ളിവിട്ട് അവരവരുടെ വഴിക്ക് പോയി. മോനെ മൂട്. മച്ചു വയ്യെങ്കി ഞാൻ ചവിട്ടാ. കൈ വന്നേ. ഓക്കെ ബൈ ബൈ. ഇനി പട്ടിയാവാൻ പോയത്. പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. നിങ്ങളുടെ 2 രൂപ പോക്കോടാ ഒരു സൈക്കിൾ. നീങ്ങൂല, ഇറക്കത്ത് നോക്കാം. നമുക്ക് അവിടെ പോയി അന്വേഷിച്ചാലോ? അവര് പോയി അന്വേഷിച്ചു. അവരവിടെ എത്തിയിട്ടുണ്ടാവോ? ഇനി അവര് കാറി കയറ്റി സൈക്കിളൊക്കെ കൊണ്ടുവരുമോ? ഇല്ലില്ല, പ്രവീണിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മാതിരി പരിപാടികളൊന്നും ഒപ്പിക്കരുത്. കാല് ഇന്ന് മറ്റേ ഇതാവും. ലെഗിന് കുറെ നാളത്തേക്ക് വർക്കൗട്ട് ഒന്നും ചെയ്യണ്ട. മസിലായി. വാ പോവാ. നമുക്ക് ചെക്കനെന്നില്ല അസിസ്റ്റൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉള്ളു. അല്ല നമുക്ക് എന്തോരം നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ചെന്നിട്ട് എന്തോരം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കാം. കൊടുക്കടാ. എടാ ഭൗമിക്കിന് കൊടുക്കടാ. എടാ ഭൗമിക്ക് എടാ നീ തള്ള. എടാ ഭൗമിക്ക് തള്ളിക്കൊള്ളുന്നു. എടാ ഭൗമിക്കിനോടുക്ക്. എടാ ഭൗമിക്കിനോടുക്ക്. എടാ എന്തിട്ടടങ്ങിരാ. എടാ ഭൗമിക്കേ നീ എന്താ ചവിട്ടാത്തെ? എനിക്ക് തന്നെ ചവിട്ടാനുണ്ട്. ഞാൻ ചവിട്ടി കുറഞ്ഞു. ഇപ്പൊ ചവിട്ടാ തന്നില്ല. പുള്ളിക്കാരൻ ബ്രേക്ക് കൂരിക്കണ്ടാണ് പോണത്. ഒത്തുക ഐസ്ക്രീം മാംഗോ പറ. ഭൗമിക്ക് മേടിച്ചതാ. ചോദിക്കണ്ടേ? ആ ഭൗമിക്ക് ഞാൻ അതിരപ്പള്ളി ചെന്ന് കാണാലോ. എത്ര നോട്ടാ? പോട്ടെ പോട്ടെ പോട്ടെ. ഭൗമിക്ക് എത്തോ എത്തോ.
എടാ ഇറക്കോടാ വിട്ടോ. ബ്രേക്ക് ഉണ്ടാ ആ കിരണോട് പോയി. അപ്പൊ ഞാൻ അവിടെ വരെ അങ്ങനത്തെ കിരണിന്റെ പോണ്. എന്നാ മോനെ ഇടയ്ക്ക് റെസ്റ്റ് കുടി ശരിയാക്ക സർവീസ് ടൈം അല്ലേ. അപ്പൊ ഏകദേശം നമ്മളിനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എത്താനായിട്ട്. 2 കിലോമീറ്റർ 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി 15 കിലോമീറ്റർ കൂടി ചവിട്ടാനുള്ള അല്ലേ ഏട്ടാ? 15 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, വെറും 15 കിലോമീറ്റർ. ഓ പറപ്പിച്ച് ചവിട്ടി പറപ്പിക്കാണ്. ഓ നിലമുട്ടാണ്ട് ചവിട്ടിയാണ് എന്റെ പൊന്നോ. കയറ്റമൊക്കെ ഇമാതിരി കയറ്റമൊക്കെ ചവിട്ടി കേൾക്കണ കയറ്റിലോക്ക്. സ്പീഡ് കൂട്ടാനായിട്ടുള്ള ടെക്നിക്കാണിത്. റെഡ് ടീം ഇതേ സിൽവർ സ്റ്റോൺ കഴിഞ്ഞിട്ടുണ്ട്. ഓവർ നിർത്തലാവും പോയിക്കൊണ്ടിരിക്കുക. നീ ഫ്രണ്ടിൽ കയറിക്കോ. ഡബിൾ വെച്ച് വന്നാ നിങ്ങൾക്ക് വെറൈറ്റി അഡ്വാൻറ്റേജ്. ഡബിൾ വെച്ച് വല്ല സമയമൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ 2 പേര് കൂടി ആയിട്ട് ഒരു സൈക്കിളിൽ പോകാൻ പോകുന്നത്. റെഡ് ടീം വേറെ മൂഡ് ചവിട്ടൻ്റെ ഇറക്കമാണ്, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് അടിക്കൂലേ? പിന്നല്ല. വേണ്ട വേണ്ട വേണ്ട, ചത്തുവും ചത്തുവും. ഇതേ വളവാണ്. അങ്ങനെ ഫൈനലി ജിയോച്ചാണ്ണ കണ്ടു കിട്ടിയിരിക്കുകയാണ്. എഡ്വിൻ സൈക്കിളും കൊണ്ടുപോയി. മോനെ പഠിക്കാൻ പോയേ. നീങ്ങണില്ല 2 പേര്. അവൻ പോയി. അവൻ പോട്ടെ, നമുക്ക് ഈ വണ്ടിയിലല്ല. അപ്പൊ ഇനി അതിരപ്പിള്ളിക്ക് വെറും 1.5 കിലോമീറ്റർ എന്നുള്ള എഴുതിയേക്കണേ. നമ്മുടെ അജുമച്ചാനാണെങ്കിൽ പോയി. മഴ മാറിയ കോട്ടൊക്കെ മാറ്റിയിട്ട 2 പേരും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 2 പേരത് അവിടെ സൈക്കിളൊക്കെ തള്ളി വരുന്നത് കണ്ടോ. അവിടേക്ക് വാ, എത്തിയിട്ടില്ല. വാട്ടർഫോൾസ് എവിടെ എത്തണം? അതിരപ്പള്ളി വ്യൂ കാണുന്ന സ്ഥലത്ത് മതി ഓക്കെ അല്ലേ? അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ്. അതിരപ്പള്ളി എത്തി. വെള്ളച്ചാട്ടം നമ്മ ഫസ്റ്റ് എത്തി. എത്ര മണിയായി? 2:30 ആയിട്ടുള്ളൂ. 2:30 ആവണുള്ളൂ. അവരെവിടെ എത്തിയിട്ടാവോ. നമുക്കിനി ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ നമ്മുടെ ഭൗമികത അതിരപ്പള്ളി എത്തിക്കണത് വട്ടം വെക്കണം ഭൗമിക്ക്. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഡ്വിൻ മച്ചാനാണ് നേരത്തെ നമ്മുടെ കൂടെ വന്നു നിന്നു. അജു ഒറ്റയ്ക്ക് ചവിട്ടു എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് മോനെ. അതെ, ഇവിടെയാണ് നമ്മളുടെ ഫിനിഷിംഗ് കൊടി നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ കൊടി പൊക്കുന്നതോട് കൂടി വിജയിച്ചതായി നമ്മൾ പ്രഖ്യാപിക്കും. ഇപ്പൊ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇവിടെ എത്താൻ അങ്ങനെ നമ്മുടെ റെഡ് ടീം ഈ ഗെയിം വിജയിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ഒരു ബ്ലൂ ടീം ഉണ്ടായിരുന്നല്ലോ. എവിടെ എടാ ബ്ലൂ ടീം ഉണ്ടായിരുന്നല്ല. ബ്ലൂ ടീമാ? എടേ അവർ പുറപ്പെട്ടു. അങ്ങനെ വിജയ് സന്തോഷമില്ലല്ലോ. അങ്ങനെ എന്താ പറയാ, നല്ലൊരു പണി തന്നെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഒരു 10:30 തുടങ്ങിയ പരിപാടി എത്തി. എത്ര മണിയാടാ? 2:30 അടുത്തായി ഇവിടെ എത്തിയപ്പോ. എന്തായാലും അതിരപ്പള്ളി 3:10. അപ്പൊ അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മള് ചാർപ്പയ്ക്കിടയിലായിരുന്നു നമ്മളുടെ ഫിനിഷിംഗ് പോയിന്റ് വെച്ചേർന്നെ. അങ്ങനെ കൊടി നോക്കിയിട്ട് കിട്ടില്ല. അതുകൊണ്ട് കോട്ടെടുത്ത് കീറി ഞങ്ങള് കൊടിയാക്കി. അങ്ങനെ കൊടി പൊക്കിയതേ നമ്മുടെ റെഡ് ടീം. അല്ല, നിങ്ങളെ റെഡ് ടീഷർട്ട് എവിടെ? റെഡ് ടീം എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആണ് കിട്ടിയുള്ളൂ. അലക്കാനിട്ട് കുഴപ്പമില്ല. പക്ഷെ ബ്ലൂക്കാര് അതിലൊക്കെ അടിപൊളിയാണ്. അവര് ബ്ലൂ തന്നെ ഇട്ടുണ്ടോ കേട്ടാ. അല്ല, അവര് വരും എന്തായാലും. കുറച്ചേരം നോക്കിക്കാം നമുക്ക് വരുമെന്ന്. അരമണിക്കൂർ രാജാക്കന്മാർ എത്തിയിട്ട് അരമണിക്കൂർ. കൊടിയൊക്കെ പിള്ളേര് മുമ്പ് തൂക്കി. കൊടി മുമ്പേ തൂക്കി. എടാ, അരമണിക്കൂർ മുമ്പ് വന്നൂടാ അവര്. അരമണിക്കൂറാണ് വന്നിട്ട്.
നിങ്ങൾ എവിടെ ഇരുന്ന് ഞങ്ങൾ സൈക്കിൾ ഓർഡർ ആ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വഞ്ചി ഞങ്ങൾ നടന്ന് ഇരുന്ന് ബസ്സിനാ പോടാ ഞാനുണ്ടായിരുന്നു കൂടാ നിങ്ങളെ ബസ്സിൽ കയറ്റാൻ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ മറ്റേ മുമ്പേ എന്തൊക്കെ പറഞ്ഞാലും ദേ പിള്ളേര് കൊടി തൂക്കി നാളായി നിന്റെ അഹങ്കാരം ചലഞ്ച് അങ്ങോട്ട് ജയിക്കണ്ട കൂടി ഒന്ന് ജയിച്ചു നാളെ മൈൻഡ് ഗെയിം കളിച്ചാൽ മാത്രമേ നിനക്ക് പറ്റുള്ളൂ ദേ പിള്ളേര് മൈൻഡ് ഗെയിം അല്ലാണ്ട് സ്ട്രെങ്ത് നമ്മ വിട്ടുകൊടുത്തു നമ്മ മുമ്പത്തെ ജയിച്ചാണ് വിട്ടുകൊടുത്തത് വിട്ടുകൊടുത്തത് അല്ലാതെ പട്ടിയായിട്ടല്ല ചവിട്ടി പട്ടിയായിട്ടല്ല അറിയോ അജു എഡുവിനൊന്നും ചവിട്ടാൻ പോലും കൊടുത്തിട്ടില്ല അറിയോ നിനക്ക് കിട്ടി എന്നാലും കാറ്റവർക്ക് കൊടുത്തു ഞാൻ ചത്തപ്പോ എടാ നിങ്ങളുടെ ടീം തോറ്റല്ല ഞങ്ങളുടെ ടീം ഞങ്ങായിരുന്നല്ലോ ടീം ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരും ഞാൻ കൂടെ വന്നുള്ളൂ ആണോ ഞങ്ങളെ പോയിരുന്നു അപ്പൊ ബ്ലൂ ടീം അങ്ങനെ എന്തായാലും ഫിനിഷ് ചെയ്തു കേട്ടോ കൺഗ്രാചുലേഷൻസ് പറഞ്ഞാണ് അവരോട് കൊടി പിടിച്ച വെറുതെ ഫിനിഷ് ചെയ്ത് ചത്താണെങ്കിലും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാനേ കുട്ടിയാ ഇവന് ഇപ്പൊ കൊടുത്താലേ ആണോ അടിപൊളി അപ്പൊ നീ അവനെയും പറ്റിച്ചല്ലേ അവന് ഞാൻ ഒരുമിച്ച് കുട്ടിയെ ഒരുമിച്ചാ പ്രവീൺ ബസാനെ അപ്പൊ ഒഫീഷ്യലി പറയാല അപ്പൊ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് വിൻ ചെയ്തിരിക്കുന്നത് ടീം റെഡ് അലക്കാത്ത കാരണം ബ്ലാക്ക് ഇട്ടുന്നത് അല്ല റെഡിന് ഒരു കൊടിയെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് അപ്പൊ തുടക്കത്തിൽ കോട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡുകാര് അവസാനം എപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എംഫോട്ടിക്കിന്റെ നാലാമത്തെ അഞ്ചാമത്തെ ചലഞ്ച് വിൻ ചെയ്തിരിക്കുകയാണ് ടീം റെഡ്. അപ്പൊ മച്ചന്മാരെ തിരിച്ച് നമ്മളെ നാട്ടിലെത്തിയേക്കാണ്. അപ്പൊ ഇന്ന് നടന്ന സൈക്കിൾ ഉണ്ടാക്കി അതിരപ്പള്ളി പോവൽ ചലഞ്ചിൽ വിൻ ആയിട്ടിരിക്കുന്നത് റെഡ് ടീമായിരുന്നടാ ഞാൻ ഇപ്പൊ മാറിപ്പോയി പറഞ്ഞത്. അപ്പൊ എന്തായാലും റെഡ് ടീമാണ് നമ്മുടെ എന്തായാലും വിന്നർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും റെഡ് ടീമിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50,000 രൂപ കൊടുത്തു സമ്മാനമായി കൊടുക്കുന്നു. നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലോ. കഴിഞ്ഞവിടെ ഞങ്ങളൊക്കെ ജയിച്ചത് ഇനിയിപ്പോ അത് പറഞ്ഞല്ലേ ഇപ്പൊ അവര് ജയിച്ചാ ജയിച്ച് അടുത്തോടെ ഞങ്ങൾക്ക് ഒരു 500 നിങ്ങളുടെ ഇഷ്ടോട്ടാ കൊടുക്കണെങ്കിൽ കൊടുക്കാം 500 ടിപ്പൊക്കെ കൊടുക്കണേ നിങ്ങളുടെ പൈസ നമുക്കാരെ ഇട്ട് നീ വേണമെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കോട്ടെ. നീ ക്യാമറ ഓഫ് ആയി അപ്പൊ തിരിച്ചു ചോദിക്കുവാൻ. അപ്പൊ മച്ചാമാരെ എന്തായാലും ഇന്നത്തെ നമ്മളുടെ ആ സൈക്കിൾ ഉണ്ടാക്കി അതിരപ്പള്ളി വരെ പോയി വരുന്ന ചലഞ്ച് ഞാൻ ഉദ്ദേശിച്ച സ്പീഡിൽ തന്നെയാണ് 2 ടീമും തീർത്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും എടാ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞ് തിരുമല നിങ്ങൾക്കും തിരുമലുണ്ടാവും അല്ലേ? നല്ല സുഖല്ലേ? പക്ഷെ അജു ഇതുവരെ ഡ്വിന് മര്യാദക്ക് ചവിട്ടാൻ കൊടുത്തില്ലെന്നൊരു പരാതി ഉണ്ട്. ചവിട്ടിട്ട് ഞാനെന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈം അതന്നെ അടച്ചു കഴിഞ്ഞപ്പോഴേക്ക് 5 മിനിറ്റ് കൊടുത്തു തോന്നുന്നു. ബാക്കി ഫുള്ള് മിക്കവാറും അജു ആണെന്ന് ചവിട്ടിയത്. അജുന് എന്ത് തരും റബ്ബർ ബാൻഡ് കുടിച്ച് വന്നേക്കാണ്. അപ്പൊ എന്തായാലും മച്ചാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരായിക്കാണ്. അപ്പൊ എന്തായാലും ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും റെഡ് ടീം വിന്നായിരിക്കുകയാണ്. ബ്ലൂ ടീം അടുത്ത പ്രാവശ്യം പിടിക്കാല്ലേ നമുക്ക്. വേറെ നല്ല എളുപ്പമുള്ള പരിപാടിയാണ്. കുറെ നാളായി നിങ്ങൾ പറയുന്നു അടുത്തതെന്ന്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരായിക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാൻ പറഞ്ഞ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീൺ അതുപോലെ ടീം എംഫോട്ടിക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സനി.